challenging was this role for you? ഈ റോള് എത്ര ചാലഞ്ചിങ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ റോള് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് പറയണം. എന്തുകൊണ്ട് ജ്യോതി സ്കൂളിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു എന്ന് പറയണം. കാര്യം ഞാൻ ഒരു പേരന്റ് ആണ്. ഏകദേശം ഇത്രയുള്ള ഒരു മോൻ എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നും ഈ സിനിമയുടെ ഭാഗമാവണമെന്നും തോന്നിയത്. ഒരു കുട്ടിയുടെ ലൈഫിൽ, ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കൾ എത്രത്തോളം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എന്തോ ഒരു മിനിറ്റ് അങ്കിൾ ഒന്ന് പറയട്ടെ. മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിന്റെ വില അവരുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഷേപ്പ് അപ്പ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ടീച്ചേഴ്സിനുള്ള വില എന്തോരമാണെന്ന് കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു യങ് പാരന്റ്, ഒരു യങ് ഫാദർ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്നും നമ്മളൊക്കെ ഒരുപാട് പേര് നമ്മുടെ പേരന്റിങ്ങിലൂടെ മനസ്സിലാക്കിയതും പേരന്റിങ്ങിലൂടെ പഠിച്ചതുമായ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായത്. ആസിഫിക്ക ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ് ആസിഫിക്ക. അപ്പം ഈ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നാളെ ഒരു ആസിഫലി ആവാം, ചിലപ്പോൾ അതിന് മുകളിൽ ഒക്കെ ആവാം. അപ്പം അങ്ങനെ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന ഒരു പ്രയോഗത്തിന് ഒരു വിലയുമില്ല. നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്ന സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ മുതൽ എൻ്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കുട്ടികളെ, എന്റെ കുഞ്ഞു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും. നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ, നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ, നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മോശമായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും ദി ബെസ്റ്റ്. ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കാണിക്കേണ്ടത് എന്താണെന്നറിയോ ലൈഫില്? ക്ഷമ, പേഷ്യൻസ്. നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ്. ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ. സർക്കിട്ട് മൂവി ഒരു 3 വാക്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? 3 words. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ എല്ലാരും സർക്കിട്ട് പോയി കാണല്ലേ? എല്ലാരും തിയേറ്ററിലേക്ക് പോവല്ലേ? ഇത് ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയുന്നല്ല. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന യങ് പേരൻസ്, എല്ലാ മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാവൻ, അമ്മുമ്മ, അപ്പൂപ്പൻ, എല്ലാവർക്കും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഈ വെക്കേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് സർക്കിട്ട്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതല്ല. ഈ സിനിമ നിങ്ങളുടെ കുട്ടികളുമായി, നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളുമായി പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഡെഫിനറ്റ്ലി